ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയും മുളകിട്ട മീൻകറിയും തയ്യാറാക്കിയാലോ? പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടി 500 ഗ്രാം തൂക്കം വരുന്നൊരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായൊന്ന് നുറുക്കിയെടുക്കണം. ഇനി ഈ കപ്പ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് 1/4 ഭാഗം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ വെള്ളം വാർത്ത് കളഞ്ഞ് വേറെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഉടച്ചെടുത്തിട്ടുള്ള കപ്പ മറ്റൊരു കടായിയിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ഉണ്ടമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ചതച്ചെടുത്ത ഉള്ളിയും മുളകും കൂടി കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ നന്നായി പിഴിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചെറിയുള്ളിയും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽക്കപ്പയുടെ മുകളിലായിട്ടൊന്ന് താളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാം. അതിനാവശ്യമായി 1/2 കിലോ അളവിലുള്ള ചെറിയ പാരമീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി കട്ട് ചെയ്തെടുക്കണം. മീൻകറി തയ്യാറാക്കാൻ ആവശ്യമായ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 7-8 ചെറിയുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയും കൂടി ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 3 പച്ചമുളക് നെടുകെ കീറിയതും ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മീൻകറിക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഗ്രേവിയെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചു വന്നാൽ പിന്നെ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നന്നായിട്ട് മീനെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമ്മുടെ രുചികരമായ പാൽക്കപ്പയും മുളകിട്ട മീൻകറിയും ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്